മാനേജരെ മർദ്ദിച്ചു എന്ന പരാതിയിലെ ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട നടൻ ഉണ്ണി മുകുന്ദൻ ഡിജിപിക്ക് പരാതി നൽകി. മാനേജറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് നടൻ പരാതി നൽകിയത്. പ്രദീപ് ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. തനിക്കെതിരെ കൊടുത്ത ഈ പരാതിയിൽ ഗൂഢാലോചനയുണ്ട് എന്നാണല്ലേ ഉണ്ണി മുകുന്ദൻ അവകാശപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നും പറയുന്നുണ്ടല്ലോ. വിശദാംശങ്ങൾ എന്താണ് പ്രദീപ്? തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് കാണിച്ചാണ് ഉണ്ണി മുകുന്ദന്റെ മാനേജരായിരുന്ന പ്രവീൺ കുമാർ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഉണ്ണി മുകുന്ദൻ ഇന്നലെ DGPക്കും ഒപ്പം ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്കും പരാതി നൽകിയത്. ഇത്തരത്തിൽ ഉണ്ണി മുകുന്ദന്റെ മാനേജർ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഉണ്ണി മുകുന്ദൻ കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി പോലീസിനോട് നിലപാട് തേടിയിരുന്നു. ഇന്ന് പോലീസ് ഇക്കാര്യത്തിൽ കോടതിയെ നിലപാട് അറിയിക്കും. അതായത് ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയുമാണ്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് ഉണ്ണി മുകുന്ദൻ DGPക്കും ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്കും പരാതി നൽകിയത്. കൂടാതെ അമ്മയും ഫെഫ്കയും ഈ വിഷയത്തിൽ ഇടപെട്ടേക്കുമെന്ന ചില സൂചനകളുണ്ടായിരുന്നു. കാരണം മർദ്ദനമേറ്റതായി പറയപ്പെടുന്ന വിപിൻ കുമാർ ഫെഫ്ക അംഗമാണ്. പ്രശ്നം പരിഹരിക്കാൻ ഇരു സംഘടനകളും മുൻകൈ എടുത്തേക്കുമെന്ന ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ കാര്യമായ പുരോഗതി ഇക്കാര്യത്തിൽ ഇനിയും ഉണ്ടായിട്ടില്ല. അതേസമയം ഈ ഔദ്യോഗികമായി നൽകിയ പരാതിയിൽ പറയുന്നതിന് അപ്പുറമുള്ള ചില കാര്യങ്ങൾ വിപിൻ കുമാർ ഫെഫ്ക ഭാരവാഹികളെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നും സൂചനയുണ്ട്. എന്തായിരുന്നാലും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഉണ്ണി മുകുന്ദൻ ഇന്നലെ DGPക്കും ADGPക്കും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെയുള്ള പരാതിയിൽ ഗൂഢാലോചന ഉണ്ട് എന്നത് അന്വേഷിക്കണം എന്നത്.